ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ അധികം പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാതിരിക്കുക, മുടിക്ക് ഉള്ളു കുറവാണ്, ആ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു അടിപൊളിയായിട്ടൊരു ജെല്ലോ അല്ലെങ്കിൽ ഒരു പാക്ക് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് രാത്രിയിലാണ് ഉപയോഗിക്കേണ്ടത്. രാത്രി ഇതിന് 2 തുള്ളി മാത്രം നിങ്ങൾ തലയിൽ ഇതേപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിടിലനായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ കിട്ടുക. വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ള വെക്കാനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ജെല്ലെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. ഇതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവാൻ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ജെല്ല് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഒരു ഉലുവ. അപ്പോൾ ഉലുവ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡും ഞാൻ 1 ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ നല്ല നാടൻ നെല്ലിക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത്ര അധികമൊന്നും വേണ്ട, ഇതിന് ഈ ഒരു വലുപ്പത്തിൽ ഒരു നെല്ലിക്ക മാത്രം മതി ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട്. ഇനി ഈ ഒരു നെല്ലിക്ക ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു ചെറിയ പീസിനെ നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് ഇതുപോലെ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഉലുവയും അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഒരു കഴുകിയെടുത്ത് ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നെല്ലിക്ക നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടി, മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണോ ഉലുവ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വേണം ഫ്ലാക്സ് സീഡും അതേപോലെ തന്നെ നെല്ലിക്ക എടുക്കാനായിട്ട്. 1 ടീസ്പൂൺ ഉലുവയാണെങ്കിൽ ബാക്കിയൊക്കെ ഓരോ ടീസ്പൂൺ, അതേപോലെ തന്നെ നെല്ലിക്കയാണെങ്കിൽ 1 വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഉലുവ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ഫ്ലാക്സ് സീഡും നെല്ലിക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് ഇതേപോലെ സ്റ്റൗവിൻ്റെ മേലേക്ക് ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ തിളയൊക്കെ നന്നായിട്ട് ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ കിടക്കുന്നത്. ഇപ്പം നമ്മുടെ സാധാരണ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ഫോമിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഉലുവയുടെയും അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ് നെല്ലിക്കയുടെ ഒക്കെ സത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ട് ഈ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരു ജെൽ പരുവത്തിലേക്ക് വരും. നന്നായിട്ട് ജെല്ലാവേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെറിയ രീതിയിൽ ഒരു ജെൽ പരുവായി തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇത് തിക്കാവാൻ നിൽക്കരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. ചെറുതായിട്ട് ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുക്കുമ്പോൾ ഇത് ഒന്നും കൂടി കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് ഇത് ജെല്ലാവണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്കിനി ഇത് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് കട്ടയായിട്ടും വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒരു നല്ലൊരു ജെൽ ഫോമിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണിയും കൂടി വിരിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു തുണിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കുന്നത് തുണിയായിരിക്കും ഒന്നും കൂടി നല്ലത്. അരിപ്പയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഫോം ആയതുകൊണ്ട് അരിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ലൊരു വൃത്തിയുള്ള തുണി വിരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് മുഴുവനായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ പാക്ക് നമ്മൾ മുഴുവനായിട്ട് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചെറിയൊരു പത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്, അതേപോലെ തന്നെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവരാണ്, മുടി നല്ല സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ആവണക്കെണ്ണ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. അപ്പം ഞാനിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഇതേപോലെ ജെല്ലാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അത് നമുക്കൊരു 2 ആഴ്ച വരെ ഇതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയറിലൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മുടിയിൽ എന്തെങ്കിലും ജടയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. മുടിയിലുള്ള കെട്ട് കളഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു ജെല്ല് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് മെയിനായിട്ട് നമുക്ക് രാത്രിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒട്ടും പറ്റാത്തവരാണ് രാത്രി എന്തെങ്കിലും ഇതുപോലെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് പകൽ കുളി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നല്ലൊരു പാക്കായിട്ടും വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ജെല്ല് ഇതേപോലെ കുറച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഹെയർ സെറം ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ ഹെയർ ടോണർ ഉപയോഗിക്കുന്ന പോലെ അത്ര അധികം ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഇത് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ചും കൂടി എടുത്തിട്ട് നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും തേച്ച് കൊടുക്കുക. അപ്പോൾ മുടിയുടെ ലെങ്ത്തിൽ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറിങ് കണ്ടൻറ്റ് നമ്മുടെ മുടിക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം കെട്ടി വയ്ക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ ജെല്ല് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഡെയിലി നൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഹെയർ ജെല്ല് നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടായാലും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും പറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ജെല്ലാണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉലുവ, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, നെല്ലിക്ക, ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും കൊഴിഞ്ഞു പോയ ഓരോ മുടിയുടെ സ്ഥാനത്തും 4 ഇരട്ടിയിൽ അധികം മുടി വരാനായിട്ട് സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ജെല്ലാണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വെറും 1 ആഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ജെല്ലാണത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.